2 അസംബ്ലി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന 3 ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന 8 കിലോമീറ്ററിലധികം നീളമുള്ള വല്ലക്കുന്ന് നെല്ലായി റോഡ് ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ 10,76,00,000 രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രക്രിയ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതിൽ 3 ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനമുണ്ട്. കാരണം ഇന്ന് സഞ്ചാര സൗഹൃദമായ റോഡുകൾ എന്നുള്ളത് കേരളത്തിലെ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും അതിനോടുള്ള നന്ദിയും ആദ്യമേ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ മണ്ഡലത്തിൽ റോഡുകളും ആശുപത്രികളുടെ വികസനവും വിദ്യാലയങ്ങളുടെ വികസനവും എല്ലാം ഏറ്റവും നല്ല നിലയിൽ തന്നെ മുന്നേറുന്നു എന്നുള്ളതിൽ നിങ്ങളോടൊപ്പം ഞാനും അഭിമാനിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 87,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി പദ്ധതിയിലൂടെ മാത്രം നടത്താനായിട്ടുള്ളത്. റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, അങ്ങനെ നാടിൻ്റെ മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള വികസന പരിപാടികൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ്. അടിസ്ഥാന സൗകര്യ വിപുലീകരണം മനുഷ്യരുടെ ജീവിതത്തെ സുഗമമാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 22-23 വർഷത്തെ ബജറ്റിൽ നമുക്ക് ആനന്ദപുരം നെല്ലായി റോഡ് എന്ന പേരിൽ ഈ റോഡ് BMBC നിലവാരത്തിൽ ആധുനിക മെക്കാഡം ടാറിംഗ് ചെയ്ത് എല്ലാവിധ അനുബന്ധ പ്രവർത്തനങ്ങളോടും കൂടി ചെയ്യാൻ വേണ്ടി 10 കോടി രൂപ അനുവദിച്ചത്. വികസന മേഖലയിൽ വലിയ കുതിപ്പിലാണ് നമുക്കറിയാം. റോഡ്, പാലം, കെട്ടിട നിർമ്മാണ മേഖലകളിലെല്ലാം വലിയ മുന്നേറ്റം സാധ്യമായി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ 30,000 കിലോമീറ്റർ റോഡുകളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ളത്. ഇതിൽ 50% റോഡുകൾ BMNBC നിലവാരത്തിലേക്കാക്കുമെന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. ഇത് യാഥാർത്ഥ്യമായി. BMNBC റോഡുകൾ നല്ല ഈട് നിൽക്കുന്ന റോഡുകളാണ്. ഒരു 5-8 വർഷത്തേക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. 13,402 കോടി 64 ലക്ഷം രൂപയാണ് BMNBC പ്രവൃത്തികൾക്ക് മാത്രമായി സർക്കാർ ചെലവഴിച്ചത്. ഇതുകൂടാതെ 2,700 കിലോമീറ്ററോളം BC ഓവർലേ ചെയ്തു. 1,300 കിലോമീറ്ററോളം റോഡ് ചിപ്പിംഗ് കാർപ്പറ്റും രീതിയിൽ നവീകരിച്ചു. ഈ മാറ്റമാണ് കേരളത്തിലെ റോഡ് വികസന മേഖലയിൽ കാണാൻ സാധിക്കും. മന്ത്രി ശ്രീമതി ആർ ബിന്ദുവും ശ്രീ KK രാമചന്ദ്രൻ MLA നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ജനപ്രതിനിധികളാണ്.